അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. ഇന്ന് 43ാമത് പുസ്തകോത്സവം ആരംഭിക്കുന്നു. ഈ ആദ്യ സന്ധ്യയിൽ തന്നെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുവാൻ സാധിക്കുന്നു എന്നത് ഒരുപക്ഷെ ഈ പുസ്തക പ്രകാശനത്തിനായി എത്തിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഈ പുസ്തകം രചിച്ചിരിക്കുന്ന വ്യക്തിയുടെയും മഹാഭാഗ്യമായി തന്നെ കാണണം. ഡോക്ടർ ടി.എസ്. ജോയ് ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സവിശേഷതകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്ഭവ വികാസ പരിണാമങ്ങളിൽ ദൃശ്യമാകുന്നത്. മഹാപ്രസ്ഥാനത്തിന്റെ രൂപീകരണ സമ്മേളനത്തിലും മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു എന്നത് അഭിമാനകരം. ആരംഭം മുതൽ പ്രഥമ KPCC സമ്മേളനം വരെ കേരളത്തിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തനം അഥവാ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഒറ്റപ്പാലത്ത് വെച്ച് സമ്മോഹന സമ്മേളനം നടത്തുന്ന ദൃശ്യ വിസ്മയം ഇതിൽ കാണാം. കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മുന്നേറ്റത്തിന് KPCCയുടെ നിർണായക തീരുമാനങ്ങൾ കാരണമായിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഡോക്ടർ ടി.എസ്. ജോയിയുടെ 10ാമത് പുസ്തകമാണ് അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ കെ. മുരളീധരൻ അവർകളാണ് ഈ പുസ്തകത്തിന്റെ ആദ്യപ്രതി സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്നത്. ബഹുമാന്യനായ ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയാണ്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ഈ പ്രദേശത്തെ പ്രതിനിധി സഞ്ജു പിള്ള, ഒപ്പം സുനിൽ ഒയാസിസ് ഇൻകാസിന്റെ ആരാധ്യനായ നേതാവ്. നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നു ശ്രീ കെ. മുരളീധരൻ അവർ. ആദ്യ പ്രതി സ്വീകരിച്ചുകൊണ്ട് ജിതേഷ് ജി. അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. പ്രമുഖരായ വിശിഷ്ട വ്യക്തിയുടെ സഹോദരി സഹോദരന്മാർ, അതുമായി തന്നെ ഷാർജ പുസ്തകോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആ പങ്കെടുക്കുന്ന ചടങ്ങ് തന്നെ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്ന് ഞാനിവിടെ ഉൾപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവിർഭാവത്തിനെ കുറിച്ച്, അതിൻ്റെ കേരളത്തിലേക്കുള്ള അതിൻ്റെ പ്രവേശനത്തിനെ കുറിച്ചും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി ശ്രീ ഡോക്ടർ ടി.എസ്. ജോയ് ഇവിടെ എഴുതിയ പുസ്തകമാണ് അനശ്വരാവേശത്തിൻ്റെ ആരംഭഗാഥ. അതായത് ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു. ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെ വിലയിരുത്താൻ മാത്രം അവരോട് ആശയങ്ങൾ കൈമാറാനും വേണ്ടി ആരംഭിച്ചൊരു പ്രസ്ഥാനം പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായതൊക്കെ ചരിത്രമാണ്. ആമുഖമായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഈ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. വിശ്വാസികളും അവിശ്വാസികൾക്കും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. പക്ഷേ ചരിത്രം സത്യമാണ്. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതെന്നും അനശ്വരമായി നിലനിർത്തണം. കാരണം കാലം പുരോഗമിക്കുന്തോറും തലമുറകൾ മാറി വരും. പക്ഷേ പുതിയ തലമുറ, ഇപ്പോൾ ഇന്നത്തെ തലമുറക്കാർ ഞാനുൾപ്പെടെ സ്വാതന്ത്ര്യ സമരം കണ്ടവർ പോലുമല്ല. സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനുൾപ്പെടെയുള്ളവർ ജനിച്ചതെന്ന് പറയുമ്പോൾ ഇന്നത്തെ അതിനുശേഷം ജനിച്ച ഹൈടെക് യുഗത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരൻ ഒരിക്കലും പഴയ നമ്മുടെ ചരിത്രം അറിയണമില്ല. നമ്മുടെ പാഠ്യപദ്ധതി ചരിത്രത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തില്ല. ഒരുപക്ഷെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഒരു മൈനസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നതാണ്. 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ചരിത്ര പഠനം അവസാനിക്കും. പിന്നെ ഡോക്ടറാവണം, എൻജിനീയർ ആവണം, അല്ലെങ്കിൽ ഹൈടെക് മേഖലയിലേക്ക് പോകണം. ഇപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള സ്വാതന്ത്ര്യ ചരിത്രം എന്ന് പറയുമ്പോൾ ഗാന്ധിജി, നെഹ്റു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേക്കും 10ാം ക്ലാസ് കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ ഒരു കാലം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പിന്നീട് വരുന്ന ഭരണകർത്താക്കൾക്ക് അവരുടെ ഇംഗീതത്തിനനുസരിച്ച് ചരിത്രത്തിനെ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് നടന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഒരു നിഷ്പക്ഷമതിയായ ഇന്ത്യൻ പൗരന് അറിയണമെങ്കിൽ ആ ചരിത്രത്തിനെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിരിക്കും. അതാണ് ഇപ്പോൾ ഈ ഡോക്ടർ ജോയ് ഇവിടെ വലിയൊരു സംരംഭത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്.
പ്രത്യേകിച്ച് 1921 ഒറ്റപ്പാലം സമ്മേളനം, എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളം തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്ന് ഒറ്റപ്പാലത്ത് സമ്മേളനം ചേരുമ്പോൾ അന്നത്തെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും 3 രാജ്യങ്ങൾ എന്നതിനെ വിശേഷിപ്പിക്കും. അത് 3 അന്ന് സംസ്ഥാനമില്ല, അന്ന് എന്താ പറയേണ്ടത് നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള 3 പ്രദേശങ്ങളും തമ്മിൽ അന്നത്തെ കാലത്ത് ഒരു ട്രാൻസ്പോർട്ട് സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനേലും പറയാം, എൻ്റെ പിതാവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം 48 സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം കൊച്ചി നിയമസഭയിലാണ് ആദ്യ അംഗമായത്. അദ്ദേഹം തിരുവനന്തപുരത്ത് പോകുന്നത് 1949 തിരുകൊച്ചി സംയോജനത്തിന് ശേഷം. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം കൊച്ചിയാണ്, തിരുവനന്തപുരത്ത് കൊണ്ട് ആവശ്യമില്ല. അന്നത്തെ തിരുവനന്തപുരം യാത്രയിൽ ഇന്നത്തെ അരുവക്കുറ്റി പാലം, ആലുവ പാലം പോലും ഉണ്ടായിരുന്നില്ല. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ മലബാർ പ്രദേശത്തോളം തിരുവനന്തപുരത്തിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പോലും പറയുന്നു. അന്ന് ഒരു ഡെലിഗേഷൻ തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് പോയിരുന്നു. അതിൽ അംഗമായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റുഡിയോ ഒക്കെയുള്ള ശിവൻ സ്റ്റുഡിയോ. അദ്ദേഹം ഈ യാത്രയിലുണ്ട്. അദ്ദേഹത്തിന് റൈറ്റ് അപ്പ് ചെയ്യാൻ വായിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുടുംബ സുഹൃത്തു കൂടിയാണ്. ഈ അടുത്ത് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തൊക്കെ ചെന്നിറങ്ങുമ്പോൾ അവസ്ഥ എന്തായിരുന്നു. ഒരുപാട് അതിശയോക്തിയാർന്ന കഥകളൊക്കെ പലരും പ്രചരിപ്പിച്ചിരുന്നല്ലോ തിരുവിതാംകൂറിനെ കുറിച്ച്. അതൊരു ഭയം ഉണ്ടായിരുന്നു മലബാറിൽ. അപ്പം അങ്ങനെ ഉള്ള കാലഘട്ടത്തിനും എത്രയോ വർഷം മുമ്പാണ് ഒറ്റപ്പാലം സമ്മേളനം. ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശങ്ങളുടെ സംയോജനം എന്നുള്ളതായിരുന്നു. അതന്ന് കേന്ദ്ര AICCയുടെ ആഹ്വാനം അനുസരിച്ചാണ്. അതാത് ഭാഷകൾ സംസാരിക്കുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അങ്ങനെയാണ് അന്നത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നടക്കുമ്പോൾ ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനത്തിൽ ഇന്നത്തെ കേരളത്തിനെ കുറിച്ചായിരുന്നില്ല അന്നത്തെ ആശയം. അതായത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗോകർണം വരെയുള്ള പ്രദേശത്തു നിന്നുള്ള പ്രതിനിധികളാണ് 1921 ഒറ്റപ്പാലത്ത് സംബന്ധിച്ചത്. പക്ഷെ പിന്നീട് എന്തുണ്ടായി? തിരുവിതാംകൂർ സംസ്ഥാനത്തും തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെയും ഭാഗമായിരുന്ന കന്യാകുമാരി കേരളം വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതേസമയത്ത് ഗോകർണം ഒരു കാലത്തും നമ്മുടെ ഭാഗമാവാനും സാധിച്ചില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗോകർണം കേരളത്തിൻ്റെ പരിസരത്ത് കൂടെ വന്നില്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് കൂടെ വന്നില്ല. അപ്പോൾ ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ ആശയങ്ങൾ, ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ, ഇതും നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ അത് സ്ഥാനം പിടിച്ചില്ല. അപ്പോൾ ഇവിടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രം. കാരണം പിന്നീട് പല പാർട്ടികളിലും പ്രവർത്തിച്ചിരുന്നവരൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത്, ഇപ്പോൾ കേരളത്തിലാണ് EMS ഉൾപ്പെടെ കോൺഗ്രസ്സുകാരായി. കാരണം അന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളില്ല. അന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് പിന്നീട് ഗാന്ധിജി വന്നപ്പോഴാണ് പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലാവുന്നത്. അതുവരെ ഞാൻ പറഞ്ഞ AO ഹ്യൂമൻ്റെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനൊന്നുമല്ല കോൺഗ്രസ് ഉണ്ടാക്കിയത്, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടേ. പക്ഷെ പിന്നീട് ആ കോൺഗ്രസ്സാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതും. ആ കോൺഗ്രസ്സിലെല്ലാം പിന്നീട് കോൺഗ്രസ് വിട്ട് പല പാർട്ടികളിൽ ചെന്നവർ അന്ന് കോൺഗ്രസ്സിലുണ്ടായി. ഈ ചരിത്രങ്ങളൊക്കെ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ്. ചിലരൊക്കെ ഇപ്പം പറയുന്നത്, ഞാൻ മറ്റു വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, ചിലരൊക്കെ ഇപ്പോൾ പറയുന്നത് ചരിത്രം ഒന്ന് മാറ്റി എഴുതണം. ഈ ചരിത്രം മാറ്റാൻ ആർക്കും കഴിയില്ല. ചരിത്രമാണ്, അത് ചരിത്രമായിട്ടുള്ള സത്യമാണ്. ആ സത്യം ആര് വിചാരിച്ചാലും മാറ്റരുത്. അത് മാറ്റിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ പോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള തീരുമാനം ആദ്യം പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടിയും എൻ്റെ പ്രധാനമന്ത്രിയായ ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് പ്രഖ്യാപിച്ചപ്പോൾ അധികാരം നഷ്ടപ്പെട്ട വിൻസ്റ്റൺ ചർച്ചിൽ കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ പാർട്ടിയാണ് ഇലക്ഷൻ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ 50 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ലായിരുന്നു. കാരണം ഇന്ത്യയിൽ ഇന്ത്യക്കാരില്ല, അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസൽമാനൊക്കെയാണ് ഇന്ത്യയിലുള്ളത്.
അവർ പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്, അവർക്കൊരു പൊതു സംസ്കാരമില്ല. അങ്ങനെയുള്ളൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്താൽ ഛിന്ന ഭിന്നമാവും. പക്ഷെ ആ ആശയത്തിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനാണ് മഹാത്മാഗാന്ധി അതിനുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തുടങ്ങി. അതാണ് അദ്ദേഹം പറഞ്ഞത് പൊതുവസ്ത്രം. ഖാദി എല്ലാവരും ധരിക്കണം എന്ന് പറയാൻ കാരണം ഇന്ത്യക്ക് ഒരു പൊതുവസ്ത്രം ഉണ്ടാകും. അന്ന് ഒരു പൊതുഭാഷ എല്ലാവരും ഉത്തരേന്ത്യയിലൊക്കെ ഹിന്ദിയാണ്, അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഭാഷയുണ്ടാകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് കുറേ കൂടെ വിപുലീകരിച്ചു. അദ്ദേഹം ഒരു 3 ഭാഷകൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് അന്താരാഷ്ട്ര ഭാഷ, അത് ഇംഗ്ലീഷാണ്. മറ്റ് രാഷ്ട്രങ്ങളിൽ അതുപോലെ നമ്മുടെ രാജ്യത്തിലെ ഭാഷയുണ്ടാവും, അത് ഹിന്ദിയാണ്. അതോടൊപ്പം മറ്റൊന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ ജീവിക്കുന്നത് ആ ഭാഷ, നിങ്ങളുടെ മാതൃഭാഷ നിങ്ങൾ അറിഞ്ഞിരിക്കും. അതാണ് ത്രിഭാഷാ പദ്ധതി നെഹ്റു പ്രഖ്യാപിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പല സത്യങ്ങളും ഇന്ന് ലോകത്തിന് അറിയിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കാരണം ഇതിനോടൊക്കെ ഇതിലൊക്കെ വെള്ളം ചേർക്കാൻ ഇതിലൊക്കെ താല്പര്യപ്പെടുമ്പോൾ അങ്ങനെ വെള്ളം ചേർത്താൽ നമ്മുടെ ചരിത്രം നഷ്ടപ്പെടും. ചരിത്രം നഷ്ടപ്പെട്ടാൽ രാജ്യത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും. അത് മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രത്തിനെ ചരിത്രമായി വിലയിരുത്താൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്ന കൂട്ടത്തിൽ ശ്രീ ഡോക്ടർ ജോയിയും അക്കാര്യത്തിൽ മുന്നോട്ട് വന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അനശ്വരാവേശത്തിൻ്റെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ആവേശം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ആരംഭഗാഥ എന്നുള്ള വളരെ വിഹിതമായിട്ടുള്ള ടൈറ്റിലാണ് അദ്ദേഹം ഇതിന് നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ സംരംഭം തികച്ചും നമ്മുടെ നാടിനും നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ശാരദ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം മുതൽ പിന്നീടുള്ള വളർച്ച വരെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യാന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷത്തോടുകൂടെ ആണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിന് മുൻകൈ എടുത്ത പ്രിയദർശിനി പബ്ലിക്കേഷൻസാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം നടത്തുന്നത്. ശ്രീ സജീവ് പിള്ള ഉൾപ്പെടെ ഇൻകാസ് ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യത്തിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചു. എല്ലാ വിജയാശംസകളും ഞാൻ ഡോക്ടർ ജോയ്ക്ക് നേരുന്നു. ഇനിയും ഇതുപോലുള്ള നിരവധി സംരംഭങ്ങൾ അധികത്തിൻ്റെ ഭാഗം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിങ്ങളെല്ലാവരും അനുവാദത്തോടുകൂടി ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ റിലീസ് കർമ്മം നിർവഹിച്ചാൽ സസന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ഉദ്ഘാടകൻ കേരളത്തിൻ്റെ ഏറ്റവും സജീവതയുണ്ടായിരുന്ന KPCC പ്രസിഡന്റും കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായ 4 തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായ 1977 മാർച്ച് 25 ആദ്യമായി മുഖ്യമന്ത്രിയായ ശ്രീ ലീഡർ കെ കരുണാകരൻ സാറിൻ്റെ മകനുമായ ശ്രീ കെ മുരളീധരൻ സാർ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? നമ്മൾ ഡോക്ടറും എഞ്ചിനീയറും ആവുകയല്ലേ? വൈ ഷുഡ് വി സ്റ്റഡി history? We are going to be a doctor, engineer or a chartered accountant. Without history, there is no literature. Without history, history is the synonym of our gratitude. നമ്മളുടെ നന്ദി സൂചകത്തിൻ്റെ പണ്ടൊരു കവിത ഞാൻ വായിച്ചു നോക്കുന്നു. മകനെ, നിന്റെ അച്ഛൻ കൊണ്ട വെയിലാണ് നിന്റെ ഇന്നത്തെ തണൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇരിക്കുന്ന ഓരോ ഡോക്ടർ, ഓരോ എഞ്ചിനീയർ, ഓരോ CA-കാരനും വാങ്ങുന്ന ശമ്പളം വർഷങ്ങൾക്ക് മുമ്പ് ഖുദിറാം ബോസും ഭഗത് സിംഗും ഒക്കെ അവർ ചിന്തിയ ചോരയുടെ ശമ്പളമാണ്. അതുകൊണ്ട് ഞാനെന്തിനാണ് ഭഗത് സിംഗിനെ അറിയുന്നത്? ഖുദിറാം ബോസ് എന്ന് പറയുന്നത് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ ആരാണ് രക്തസാക്ഷിയായതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഭഗത് സിംഗ് എന്ന് പറയും. 1931 മാർച്ച് മാസം 23-ാം തീയതി 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഭഗത് സിംഗ് തീരെ രക്തസാക്ഷിയായി. പക്ഷേ ഭഗത് സിംഗിനേക്കാൾ മുന്നേ ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, 18 വയസ്സും 8 മാസവും പ്രായമുള്ളപ്പോൾ രക്തസാക്ഷിയായ ഖുദിറാം ബോസിനെ ലോകത്തിന് മുന്നിൽ, മലയാളിക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിലാണ് TS ജോയി എന്ന് പറയുന്ന ചരിത്രകാരനും മലയാള അധ്യാപകനും ഏറ്റവും ശ്രദ്ധേയനാകുന്നത്. ചരിത്രം ഏറ്റവും കൂടുതൽ ചിത്രം പോലെ തന്നെ, അതിവേഗ ചിത്രരചന പോലെ തന്നെ ചരിത്രവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
ഏതാണ്ട് 366 ദിവസങ്ങളെയും 300-ലേറെ വർഷങ്ങളുടെയും ചരിത്രം ഓർമ്മയിൽ നിന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പുസ്തക പ്രകാശനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ അധിനിവേശത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രം ആരംഭിക്കുന്നത് 1600 ഡിസംബർ മാസം 31-ാം തീയതി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നതോടുകൂടിയാണ്. 1869 പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാന്ധി ജനിച്ച വർഷമാണ്. 1857 പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, ശിപ്പായി ലഹളയാണ്. മെയ് 10 പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ശിപ്പായി ലഹള മീററ്റിൽ നിന്ന് ആരംഭിക്കുന്നത് മെയ് 10 ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. അതല്ലെങ്കിൽ 1915 പ്രത്യേകത എന്ന് ചോദിച്ചാൽ 1915 ജനുവരി മാസം 9-ാം തീയതിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത്. ഗാന്ധിജി എത്ര തവണ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്? ആദ്യമായി കേരളത്തിൽ എന്ന് വന്നു എന്ന് ചോദിച്ചാൽ 5 തവണയാണ്. ഒരു കയ്യിൽ എത്ര വിരലുകൾ എന്ന് ചോദിച്ചാൽ 5 തവണയാണ് കേരളത്തിലേക്ക് ഗാന്ധിജി വന്നത്. 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ആദ്യമായി കേരളത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി ഗാന്ധിജി വന്നത്. രണ്ടാമത് വന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 വന്നത്. 1925 വന്നപ്പോഴാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ മാർച്ച് മാസം 12-ാം തീയതി അങ്ങോട്ട് പോയി കാണുന്നത്. 1927 ഗാന്ധിജി മൂന്നാമതായി വന്നത്. 1934 നാലാമതായി വന്നത്. 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള യാത്ര. ഇതൊക്കെ എന്തിനോർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. നമ്മളെങ്ങനെ നമ്മളായി എന്ന് ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ഇപ്പോ 1918 പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1918 ജൂലൈ മാസം 5-ാം തീയതി കണ്ണോത്ത് വീട്ടിൽ രാമുണ്ണി മാരാരുടെയും കല്യാണി മാരസ്യാരുടെയും മകനായിട്ടാണ് ശ്രീ കെ കരുണാകരൻ ജനിക്കുന്നത്. അദ്ദേഹം എന്നാണ് ആദ്യമായി മുഖ്യമന്ത്രിയായതെന്ന് ചോദിച്ചാൽ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് 1977 മാർച്ച് മാസം 25-ാം തീയതിയാണ്. കൃത്യം ഒരു മാസം മാത്രം ദൈർഘ്യമുള്ള മന്ത്രിസഭയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദൈർഘ്യം കുറഞ്ഞ മറ്റൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. 1977 ഏപ്രിൽ മാസം 25-ാം തീയതി രാജൻ കേസുമായി ബന്ധപ്പെട്ട് കോടതി പരാമർശത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. 2 ദിവസം കൂടി കാവൽ മുഖ്യമന്ത്രിയായി തുടർന്നു. 1977 ഏപ്രിൽ മാസം 27-ാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിൽ 36 വയസ്സ് മാത്രം പ്രായമുള്ള എ കെ ആന്റണി മുഖ്യമന്ത്രിയായി. 5-ാം നിയമസഭയായിരുന്നു. 5-ാം നിയമസഭയിൽ ഉണ്ടായത് 4 മുഖ്യമന്ത്രിമാരാണ്. 4 മുഖ്യമന്ത്രിമാരെ കണ്ട ഒരേ ഒരു കേരള നിയമസഭ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ 5-ാമത്തെ നിയമസഭ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ചരിത്രം ഓർമ്മകളുടെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഇനി ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രശ്നം അൽഷിമേഴ്സ് ആണ്. അൽഷിമേഴ്സ് വന്നാൽ നമുക്ക് കരൾ മാറ്റിവെക്കാം, ഹൃദയം മാറ്റിവെക്കാം, കൈ മാറ്റിവെക്കാം, എന്തും മാറ്റിവെക്കാം. പക്ഷെ കേടുബാധിച്ച തലച്ചോറ് മാത്രം മാറ്റിവെക്കാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ഓർമ്മ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗമായി അൽഷിമേഴ്സ് ചികിത്സിക്കുന്ന ബ്രെയിനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ ഡോക്ടർമാർ പറയുന്നത് ഡിജിറ്റുകൾ ഓർക്കുക, വർഷങ്ങൾ ഓർക്കുക, കാലം ഓർക്കുക. ആ കാലം ഓർക്കുമ്പോൾ കാലത്തിന് വിജാഗിരി നഷ്ടപ്പെട്ടു എന്ന് എഴുതിയത് ഹാംലെറ്റ് എന്ന പുസ്തകത്തിൽ വില്യം ഷേക്സ്പിയർ ആണ്. കാലത്തിന് വിജാഗിരി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്നതും ചരിത്രബോധമില്ലാത്ത ഒരു തലമുറ ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരു ഡോക്ടർ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഡോക്ടറെ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനോട് ചോദിച്ചു, സാർ ഞാൻ എന്തിനാണ് ഭഗത് സിംഗിനെ അറിയുന്നത്, ഞാൻ എന്തിനാണ് ചരിത്രം അറിയുന്നത്, ഞാൻ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന മംഗൾ പാണ്ഡെ അറിയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ സിമ്പിൾ ഒരു മറുപടി എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഡെന്റിസ്റ്റ് ആണല്ലോ, പല്ലെടുക്കുന്ന ഡോക്ടറാണല്ലോ, ഒരുപക്ഷെ ഈ പറഞ്ഞ മംഗൾ പാണ്ഡെയും അതുപോലെ ഖുദ്റാം ബോസും പാലും ലാലും ഒന്നുമില്ല, ലാലാ ലജ്പത് റായി ഒന്നുമില്ലായിരുന്നെങ്കിൽ ഡോക്ടർക്ക് ഈ ഇന്ത്യയിൽ ആരുടെയും പല്ലെടുക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. പല്ലെല്ലാം ബ്രിട്ടീഷുകാർ തന്നെ നമ്മുടെ എടുത്തേനേമായിരുന്നു. ഇത് വളരെ സിമ്പിളായി ഞാൻ കൊടുത്ത ഒരു കാർട്ടൂണിസ്റ്റിൻ്റെതായ മറുപടിയാണ്. പക്ഷേ ഓർമ്മപ്പെടുത്താനുള്ളത്, ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. എൻ്റെ ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ കടമനിട്ട് എഴുതിയതുപോലെ ഓർക്കുക വല്ലപ്പോഴും നമ്മളെങ്ങനെ നമ്മളായെന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ചരിത്രമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം 1957 ജനിച്ചത്. 1957 ഒന്നാം EMS മന്ത്രിസഭ വന്നത്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഒന്നാം മന്ത്രിസഭ വന്നത്. ഇദ്ദേഹം ജനിച്ചത് 1957 മെയ് 14 മുരളീധരൻ സാർ ജനിച്ചത് മെയ് 14 57 ഏപ്രിൽ 5-ാം തീയതി EMS മന്ത്രിസഭ 1959 ജൂലൈ 31-ാം തീയതി പിരിച്ചുവിട്ടു. 1960 തൊട്ട് 62 വരെ പട്ടംതാട് പിള്ള. 1962 പത്തനംതിട്ട പിള്ള പഞ്ചാബ് ഗവർണറായി പോയി. പഞ്ചാബ് ഗവർണറായി പോയപ്പോൾ 1962 കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി R
ശങ്കർ മുഖ്യമന്ത്രിയായി. 62 തൊട്ട് 64 വരെ ആർ ശങ്കറിന്റെ കാലം. 65-ൽ നിയമസഭയിൽ ഇലക്ഷൻ നടന്നു. പക്ഷെ ഒറ്റ ഒരാൾക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തവണ പോലും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. പിന്നീട് വീണ്ടും 67-ൽ EMSന്റെ രണ്ടാം മന്ത്രിസഭ 69 വരെ നീണ്ടു. 69 നവംബർ മാസം 1-ാം തീയതി CH മേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അത് 1977-ൽ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രി ആകുന്നത് വരെ നീണ്ടു. ഞാനിങ്ങനെ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും 366 ദിവസങ്ങളിൽ ഏത് ദിവസം പറഞ്ഞാലും 100 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരാളെ കൊണ്ട് 1984 പ്രത്യേകത വെച്ചാൽ ഞാൻ പറയും 1984 ഒക്ടോബർ 31-നാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. 1984 ഡിസംബർ 2-ാം തീയതിയാണ് ഏത് ദുരന്തം? 84 1984 ഏത് ദുരന്തം ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? പെട്ടെന്ന് ഡിസംബർ 2 ഭോപ്പാൽ ദുരന്തം. പെരുമണ്ടം 1988 ജൂലൈ 8. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സുനിൽ ഒയാസിസ് ഉണ്ട്, സുനിൽ അസീസ് ഉണ്ട്, ശ്രീ സഞ്ജു കാക്കോടനുണ്ട്, TS ജോയ് സാറുണ്ട്. TS ജോയ് സാർ എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പേർ TN സിൻഷ്യൽ ഉള്ളവരാണ്. ഏപ്രിൽ ഈസ് ദി ക്രൂവലസ്റ്റ് മന്ത് ബ്രീഡിംഗ് ഡയലോഗ്സ് ഔട്ട് ഓഫ് ഡെഡ് ലാൻഡ്സ് എന്ന് പറയുന്ന പോലെ എഴുതിയ TS എലിയറ്റ് 1948 എലിയറ്റ് 48-ൽ നൊബേൽ സമ്മാനം TS എലിയറ്റിനായിരുന്നു സാഹിത്യത്തിന്. അപ്പോൾ TS സിൻഷ്യലുള്ള ആളാണ് TS ജോയ് സാർ. അപ്പോൾ TS ജോയ് സാർ എഴുതിയ പുസ്തകം അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. ഈ ആരംഭഗാഥയിൽ പറയുന്ന ഓരോ പേരുകളും നമ്മൾ ചെവി കൊണ്ട് കേൾക്കേണ്ട, ഹൃദയം കൊണ്ട് എഴുതി വെക്കേണ്ട പേരുകൾ തന്നെയാണ്. വിജയരാഘവൻ, സേലം വിജയരാഘവൻ എന്ന കേരളത്തിലെ അന്ന് കേരളമില്ല, അതിനകത്തെ ആദ്യത്തെ കോൺഗ്രസ് നേതാവായിരുന്ന സേലം വിജയരാഘവൻ വരെയുള്ള എല്ലാവരെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രം പറഞ്ഞുകൊണ്ട് 1885 ഡിസംബർ 28-ാം തീയതി സ്ഥാപിച്ച കോൺഗ്രസ് 1885-ൽ പ്രസിഡന്റ് ആയത് WC ബാനർജി ആണെങ്കിൽ 4 പ്രസിഡന്റുമാരും G ആയിരുന്നു. 1885-ൽ ഒരു G WC ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജി. മൂന്നാമത്തെ പ്രസിഡന്റ് G ആണ്. ആരാണ്? ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? തയ്യാബ്ജി, ബദറുദ്ദീൻ തയ്യാബ്ജി. അഞ്ചാമത്തെ പ്രസിഡന്റ് ബ്രിട്ടീഷുകാരാണ്. അതിൽ ജിയിൽ തുടങ്ങും. ജോർജ് യൂൾ. ജിയിലാണ് ജോർജ് യൂൾ തുടങ്ങുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരെ ഒക്കെ പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറയാൻ സമയമുണ്ട്. പക്ഷേ സമയമില്ലാത്തതിനാൽ ഇവിടെയൊക്കെ ക്ഷണിച്ച ശ്രീ സഞ്ജു പിള്ളை ഉൾപ്പെടെയുള്ള എല്ലാവരെയും, പ്രിയദർശിനി ബുക്സിനെയും ജോയ് സാറിനെയും മുരളി സാറിനെയും എല്ലാം സാക്ഷ്യം നിർത്തിക്കൊണ്ട് എല്ലാവിധമായ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ചരിത്രം കേൾക്കുക. അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാകട്ടെ. വാക്കുകൾ കേൾക്കുന്ന കാലം വരട്ടെ. നന്ദി, നമസ്കാരം. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തന്ന മറ്റൊരു ജിയായ ജിതേഷ് ജിയോട് നന്ദി. ഇതാണ് ഒരു ചിത്രകാരന്റെ ഏറ്റവും വലിയ ഗുണം. എന്നെ സംബന്ധിച്ച് ഒരു ചുമര് കണ്ടാൽ അത് വെറും ചുമരാണ്, ഒരു ക്യാൻവാസ് കണ്ടാൽ വെറും ക്യാൻവാസ് ആണ്. പക്ഷെ അതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുവാൻ ഒരു ചിത്രകാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് ഒരിക്കലും വരല്ലേ എന്നതാണ് എന്റെ പ്രാർത്ഥന. ജിതേഷ് ജി അങ്ങേക്ക് അൽഷിമേഴ്സ് ഒരിക്കലും വരല്ലേ എന്നതാണ് പ്രാർത്ഥന. പക്ഷെ ഞാനൊരു ചികിത്സ പറഞ്ഞുതരാം. അഥവാ അൽഷിമേഴ്സ് വരികയാണെങ്കിൽ ദേഹത്തെ സോഡിയം കുറയ്ക്കുക. അപ്പൊ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ആശംസ അർപ്പിച്ചുകൊണ്ട് ശ്രീ സുനിൽ ഒയാസിസ് സംസാരിക്കും. സുനിൽ അസീസ്. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ വിശിഷ്ടാതിഥി ശ്രീ KM മുരളീധരൻ അവർകൾ, സ്റ്റേജിലും വേദിയിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ, കാരണം 1 മിനിറ്റ് സമയമാണുള്ളത് എനിക്കും സഞ്ജുവിനും. ഞങ്ങൾ ഇൻഗാസ് പ്രവർത്തകർ ശരിക്കും ഇന്ന് വളരെ ആവേശകരമായി വളരെ സന്തോഷത്തിലാണ്. കാരണം KPCCയുടെ പ്രോജാരോഹമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശനം ഇന്ന് ഞങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് പ്രവാസികളുടെ പ്രിയങ്കരനായ K മുരളീധരൻ അവർ വഴി ഇവിടെ നടത്തപ്പെട്ടു. ഡോക്ടർ TS ജോയ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ പാരമ്പര്യ നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ള എഴുതിയ പുസ്തകങ്ങൾ, ലേഖന പരമ്പരകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം നമ്മളുടെ ഇവിടുത്തെ ഇൻഗാസിൻ്റെ പൂർണ്ണരൂപശില്പിയായ CN സുബ്രഹ്മണ്യൻ വഴിയാണ് പ്രദർശിപ്പിച്ചതെന്ന് കൂടി എനിക്കറിയാൻ സാധിച്ചു. അതിനെല്ലാം വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു. ശ്രീ സുനിൽ അസീസ്. വിശിഷ്ടാതിഥി നമ്മുടെ ഏവരുടെയും പ്രിയ പറഞ്ഞ ശ്രീ K മുരളീധരൻ അവർ, ഗ്രന്ഥകർത്താവ് ബഹുമാനായ ശ്രീ ജോയ് സാർ, പ്രിയ നിറഞ്ഞ സുഹൃത്ത് കാർട്ടൂണിസ്റ്റ് ജിതേഷ് അവർ,
ശ്രീ സുനിൽ അസീസ്, മറ്റ് ബഹുമാനരായ ശ്രോതാക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ ഷാർജ ബുക്ക് ഫെസ്റ്റിലെ ആദ്യത്തെ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. ഇത്രയും നാളിനുള്ളിൽ ആദ്യത്തെ പുസ്തക പ്രകാശനം. പ്രിയദർശിനി വളരെ സജീവമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വരുന്ന കാലങ്ങളിലും നിങ്ങൾ തന്ന ഈ പിന്തുണ, അതിനെ വളരെ ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും അറിവുകൾ പകരുന്ന ബുക്കുകൾ ധാരാളം ഇനിയും എഴുതുവാൻ ജോയ് സാറിന് അവസരങ്ങൾ ഉണ്ടാകട്ടെ, അതിന് പ്രിയദർശിനി തന്നെ വേദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. മിനിറ്റാണ് അനുവദനീയ സമയം, അതുകൊണ്ട് സംബോധന പറയണം. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു ചടങ്ങെന്ന് പറയുന്നത് ഏറ്റവും വലിയ ധന്യതയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ മുരളിയേട്ടനുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. AIMU പഠിക്കുന്ന സമയത്തും ഞാൻ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതാണ്. പിന്നീട് എൻ്റെ പഠനവും ഗവേഷണവും ഒക്കെയായി ഞാൻ പുസ്തകരചനയുടെ ആ വഴിക്ക് അങ്ങ് തിരിഞ്ഞു. അതിപ്പോൾ ആ പരിചയം വീണ്ടും പുതുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് അദ്ദേഹം ഈ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. എനിക്ക് അത്ഭുതം, എനിക്ക് വല്ലാതെ സ്പർശിച്ചിരിക്കുന്നു. മുൻ KPCC അധ്യക്ഷൻ എന്നുള്ള ആ ഒരു പ്രൗഢിയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. അത് തന്നെ ചടങ്ങിൻ്റെ ധന്യതയാണ്. ഈ പുസ്തകം പിന്നെ ജിതേഷ് ജി ഈ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം വന്നു. നാളെ അദ്ദേഹത്തിന് പത്തനംതിട്ട വേറെ ചടങ്ങുണ്ട്, ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ചരിത്രത്തോട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു പ്രാധാന്യം, ആഭിമുഖ്യം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പുസ്തക രചനയുടെ പ്രധാന കാരണം ഈ പുതിയൊരു രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും അറിയാതെ പുതിയൊരു തലമുറ വളർന്നു വരികയാണ്. വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് നാട് പോകുന്നത്. മലയാള ഭാഷയ്ക്ക് വേണ്ടി കോൺഗ്രസ് ഇവിടെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ സമരം മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. KP കേശവമേനോൻ. അതൊന്നും ഇന്നത്തെ ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ കേന്ദ്രസ്ഥാനം കോഴിക്കോടും തലശ്ശേരിയും ഇവിടുന്ന് ഇന്നത്തെ മലബാർ പ്രദേശമാണ്. അപ്പോൾ മലബാറിൽ നിന്നുള്ള ഒരാൾ തന്നെ പുസ്തകം പ്രകാശനം ചെയ്തു എന്നുള്ളത് തന്നെയും ഏറെ സന്തോഷകരമാണ്. പിന്നെ ജിതേഷ് സൂചിപ്പിച്ച കുതിരാം ബോസിൻ്റെ അതുകൂടെ ഒരു വാക്കൂടെ പറയാതെ ശരിയാവില്ല. 18 വയസ്സും 8 മാസവും 8 ദിവസവും മാത്രം ജീവിച്ച ഇന്ത്യകളുടെ ഇക്കാലത്തെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് കുതിരാം ബോസ്. അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു പുസ്തകമേ ഉള്ളൂ. അത് മലയാളത്തിൽ ഞാൻ എഴുതിയതാണ്. എഴുതാനോട് അനുഭവിച്ച പ്രയാസങ്ങൾ ഞാൻ AIMU പഠിക്കുമ്പോൾ എൻ്റെ ഒരു സഹപാഠി അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ അയൽവാസി ബംഗാളിയായിരുന്നു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് അന്നത്തെ രേഖകളെല്ലാം എനിക്കെടുത്ത് പഴയ പത്രക്കെട്ടുകളൊക്കെ എടുത്തു തന്നത്. അപ്പോൾ അതും മലയാളത്തിന് ഒരു ചെറിയ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹം അനുസ്മരിച്ചതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. പിന്നെ പുസ്തക പ്രകാശനത്തിന് സാധാരണ 10-20 പേരൊക്കെ പുസ്തക പ്രകാശനത്തിന് വരാറുള്ളൂ. ഇത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ ഇത്രയും ആളുകൾ കൂടി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതകരമായി തോന്നുന്നത്. ഏറ്റവും കുറച്ച് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് സാധാരണ പുസ്തക പ്രകാശനം. നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യം, ആ സന്തോഷം, സ്നേഹം എല്ലാം ശ്ലാഘനീയമാണ്. സഞ്ജുവിൻ്റെ പ്രത്യേക താല്പര്യമെടുത്താണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. അവർ രണ്ടുപേരും ഇതിൻ്റെ സംഘാടകരായി നിൽക്കുന്നു. വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് മുരളിയേട്ടനോടും വിദേശിയോടും സംഘാടകർക്കും എല്ലാവർക്കും ജയ് ഹിന്ദ്. താങ്ക് യു.